തൃശൂർ സെൻട്രൽ സഹോദയ CBSE ടീച്ചേഴ്സ് കലോത്സവം ചാലക്കുടി ക്രസന്റ് പബ്ലിക് സ്കൂളിൽ നടന്നു. തൃശൂർ സെൻട്രൽ സഹോദയ CBSE ടീച്ചേഴ്സ് കലോത്സവം ചാലക്കുടി ക്രസന്റ് പബ്ലിക് സ്കൂളിൽ നടന്നു. നർത്തകൻ RLV രാമകൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. 40 വിദ്യാലയങ്ങളിൽ നിന്നായി 700ഓളം അധ്യാപകർ മേളയിൽ പങ്കെടുത്തു. 25 ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത്. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ AB ജോർജ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ് കോലഞ്ചേരി, ഫാദർ PJ വർഗീസ്, NM ജോർജ്, CM മുഹമ്മദ് ഷാരൂൺ, ഷാഹുൽ പണിക്കവീട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. വളരെ നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഒരു കലാ മാമാങ്കത്തിന് തിരിതെളിയിക്കാൻ അവസരം കിട്ടുമ്പോൾ മറ്റെന്തിനേക്കാളും ഹൃദയം നിറഞ്ഞ സന്തോഷമാണുള്ളത്. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ച അല്ലെങ്കിൽ ഇന്നൊരു ചീഫ് ഗസ്റ്റ് എന്ന രീതിയിൽ ഞാനിവിടെ എത്തപ്പെടാൻ ഇവരുടെ എല്ലാം സ്കൂളുകളിലൂടെ ഞാനൊരു അധ്യാപകനായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം മാള ഹോളി ഗ്രേസിൻ്റെ രാജു ഡേവിസ് സാറോടുള്ള സമയത്തായിരുന്നു ഞാനവിടെ അധ്യാപകനായിരുന്നു കുറച്ചു കാലം. അതിനുശേഷം പിന്നെ എനിക്ക് ഇവിടെയും നിറയെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ നമ്മുടെ ശാലിനി മാമിൻ്റെയും അതുപോലെ ഒരുപാട് ശിഷ്യഗണങ്ങൾ ഈ സ്ഥാപനത്തിലുണ്ട്. അപ്പോൾ കുട്ടികൾ പെർഫോം ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഈ കലാലയങ്ങളിലൂടെ ഓടി നടക്കുന്നു. ക്ലെമൻസ് സാറിൻ്റെ മകൻ, ഇതൊക്കെ ഇങ്ങനെ ഓർമ്മയിലൂടെ വരികയാണ്. പിന്നെ ഞങ്ങളെപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഞങ്ങളുടെ സിദ്ദിഖ് മാഷ്, ഇവരെയൊക്കെ നിൽക്കുമ്പോൾ ഇവിടെ ഇന്ന് വന്നപ്പോൾ ഒട്ടനവധി വിദ്യാർത്ഥികൾ ഓടി വരികയും കാലുതൊട്ട് നമസ്കരിക്കുകയാണ് ചെയ്തത്. എനിക്കറിയില്ല, എൻ്റെ അടുത്ത് നേരത്തെ പഠിച്ചു പോയവരാണ് ഇവിടെ അധികം പേരും മത്സരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയ ശിഷ്യഗണങ്ങൾ സ്റ്റേജിൽ അവിടുത്തെ ജഡ്ജികൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് ഇങ്ങനെ അതിലേക്കാണ് പായുന്നത്. അവിടെ പോയിരുന്ന് കാണണം. ഫാദർ വന്നിരുന്ന ഒരുപാട് വിശേഷങ്ങൾ എന്നോട് ചോദിച്ചു. പക്ഷെ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ജനലിലൂടെ ഇങ്ങനെ എന്താ പറയുക എത്തിനോട്ടമായിരുന്നു സ്റ്റേജിലേക്ക്. ഇത് തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആരംഭവും. കാരണം നൃത്തം പഠിക്കണം എന്നൊരു ത്വര കൊണ്ട് പഠിക്കാൻ കഴിയാതിരുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളിൽ നൃത്തം പഠിപ്പിക്കാൻ വന്നിരുന്നൊരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ ജനലിൽ പോയി ഇങ്ങനെ എത്തിച്ചു നോക്കും. അങ്ങനെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ചീഫ് ഗസ്റ്റായിട്ട് ഡോക്ടർ RLV രാമകൃഷ്ണനായിട്ട് ഇരിക്കുന്നത്. ഞാൻ അധികം നിരൂപിക്കുന്നില്ല, എന്നാൽ എനിക്ക് പറയേണ്ട ചില കാര്യങ്ങളുണ്ട് താനും ഈ ഫെസ്റ്റിവലെ സംബന്ധിച്ചിടത്തോളം. ഇത് വലിയൊരു മാറ്റത്തിൻ്റെ, നവോത്ഥാനത്തിൻ്റെ ഒരു ചിന്ത തന്നെയാണ് ഈ കലോത്സവം. കാരണം സ്കൂൾ കുട്ടികൾക്ക് കലോത്സവത്തിന് പങ്കെടുക്കാൻ അവസരം ലഭിക്കുമ്പോൾ അവരെ പഠിപ്പിക്കുന്ന കലാകാരന്മാരും കലാകാരികളും അതല്ലാത്ത അധ്യാപകരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനൊരു അവസരം ലഭിക്കുക എന്നുള്ളത് ശരിക്കും ഒരു മാറ്റം തന്നെയാണ്. മറ്റു സഹോദയ അല്ലെങ്കിൽ മറ്റു CBSE സ്കൂളുകളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു മാതൃകയാണ്. അതിന് ആദ്യം തന്നെ ഞാൻ സംഘാടക സമിതിയോട് നന്ദി പറഞ്ഞു. രണ്ടാമത്, ഞാൻ ഈ അടുത്ത് 2 ദിവസം കൊണ്ടാണ് ഞാനത് അറിഞ്ഞത്. അതിവിടുത്തെ കമ്മിറ്റി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഗോപകുമാർ സാറായിട്ട് സംസാരിച്ചപ്പോൾ വലിയൊരു നവോത്ഥാനം നടന്നതായിട്ട് എനിക്ക് മനസ്സിലായത്. കാരണം ഞാനുമായി ബന്ധപ്പെട്ട ചില വിഷയം, ആ വിഷയത്തിൽ ഇവിടെ वृषाली अधीरधी हृदय सारथी विधन्तु